നിലമ്പൂരിലെ യു.ഡി.എഫിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു നിർണായകമായ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആദ്യഘട്ടങ്ങളിലാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ തെരഞ്ഞെടുപ്പ് ആലോചനകൾക്കിടയിലൂടെ സ്ഥാനാർത്ഥി വന്നൊരു ഘട്ടമാണ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാക്കളുണ്ട്, അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുണ്ട്. തീർച്ചയായും തങ്ങളിലേക്ക് വരും, തീർച്ചയായും വരും. എങ്ങനെയുണ്ട് ഈ ഒരു യോജിച്ചുള്ള പ്രവർത്തനം? എങ്ങനെ യോജിച്ച പ്രവർത്തനം ഒരു ചരിത്രപരമായ വിജയത്തിലേക്കുള്ള ഒരു മുന്നേറ്റമായിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ UDF-ൻ്റെ പ്രവർത്തനം ഒരുമിച്ച് തുടങ്ങുന്നതിൻ്റെ എത്രയോ മുൻപ് മുസ്ലിം ലീഗും യൂത്ത് ലീഗും MSF-ഉം അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മാസങ്ങൾക്ക് മുൻപ് ഉള്ളൊരുക്കമെന്ന പേരിലും അതേപോലെ തന്നെ മുന്നൊരുക്കമെന്ന പേരിലും ലീഗിൻ്റെ നേതൃത്വത്തിൽ നിയോജക മണ്ഡലത്തിൽ പഞ്ചായത്ത് തലത്തിൽ വലിയ പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഒരു കാലത്തുമില്ലാത്ത ഒരു വിജയം ലഭിക്കാവുന്ന രൂപത്തിലുള്ള ഐക്യ ജനാധിപത്യങ്ങളുടെ ഒരുമയോട് മെയ്യായി ഒരു മനസ്സായുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് ഒരു വലിയ വിജയം ഐക്യജനാധിപത്യക്ക് ലഭിക്കുമെന്നാണ്. കാരണം പ്രിയങ്ക ഗാന്ധിക്ക് 65,000 വോട്ട് കൊടുത്തതും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഞങ്ങളൊരു വലിയ മാർജിന് ജയിക്കാവുന്ന ഒരു അന്തരീക്ഷം നിലവിലുണ്ട്. ഇപ്പോൾ ഈ താങ്കളുടെ സ്ഥാനത്ത് വന്നപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഇടത് സഖാക്കളൊക്കെ ഉന്നയിക്കുന്ന കുറേ കാര്യങ്ങൾ, താങ്കൾക്ക് പാണക്കാട് കുടുംബത്തിൽ നമ്മൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ അത് ഇതിന് മുമ്പ് തന്നെ ചോദിക്കണം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്? ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഒരു സംശയമില്ല. ഇന്ന് വർത്തമാനകാലത്ത് എൻ്റെ ഏറ്റവും വലിയ ശക്തിയും സ്രോതസ്സും എനിക്ക് കിട്ടിയത് പാണക്കാട് കൊടപ്പനക്കൽ കുന്ന് തറവാട്ടിൽ നിന്ന് എനിക്ക് ലഭിച്ച അനുഗ്രഹവും ആശീർവാദവുമാണ് എന്ന് എനിക്ക് എവിടെ പറയാനും മടിയില്ല, ഒരു സംശയവുമില്ല. എന്നെ അത്രമാത്രം ഹൃദ്യമായാണ് സ്വീകരിച്ചത്. ഹൃദ്യമായി എനിക്ക് വേണ്ടി എന്തൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടാണ് വന്നത്. ഇത് സത്യത്തിലൊരു വലിയ പൊതുയോഗമല്ല, ലീഡേഴ്സിനെ മാത്രം മീറ്റാണ്. വലിയ തിരക്കിനിടയിലും മുനവർ അലി തങ്ങളിവിടെ എത്തിയിരിക്കുക. യൂത്ത് ലീഗിൻ്റെ മുഴുവൻ സംസ്ഥാന നേതാക്കൾ PK ഫിറോസ് അടക്കം അഷ്റഫ് അലി അടക്കം മുഴുവൻ ആളുകളും ദിവസങ്ങളോളം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വ്യാപൃതരായിരിക്കുക. ഒരു സംശയം, ഇവിടെ നിലമ്പൂരിൽ UDF-ന് വോട്ടില്ലാഞ്ഞിട്ടല്ല, ഒരുമിച്ച് മുന്നോട്ട് പോകാത്തതുകൊണ്ടുമല്ല, ചില അബദ്ധങ്ങളൊക്കെ പലപ്പോഴും പറ്റിയതുകൊണ്ടാണ്. ഒരു സംശയം വേണ്ട, ഒരു വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ തിരിച്ചു പിടിക്കാനാവും. താങ്കൾ എന്താണ് പറയാനുള്ളത്? തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ നമ്മുടെ UDF-ൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഒരു ഘടകകക്ഷി എന്ന നിലക്ക് മുസ്ലിം ലീഗ് ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ എന്നും മുന്നിൽ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ധാർമ്മികപരമായ ഉത്തരവാദിത്തമാണ്. നിലമ്പൂരിൽ ഇവിടെ പ്രഖ്യാപിച്ച ഉടനെ ഇവിടെ നേരത്തെ ഷൗക്കത്ത് സാഹിബ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ ഇതിൻ്റെ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. ഇവിടെ ഇന്ന് യൂത്ത് ലീഗിൻ്റെ മണ്ഡലം ഭാരവാഹികളും പഞ്ചായത്ത് ഭാരവാഹികളും ഒക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് ഫിറോസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ വളരെ ഗൗരവമായ ചർച്ച നടത്തിക്കൊണ്ട് അവസാനം വരെയും ഫീൽഡ് വർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു വലിയ നിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയും അതിനുവേണ്ടി നാം എന്തൊക്കെ ചെയ്യണമെന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾക്ക് വേണ്ടിയാണ് എത്തിയിട്ടുള്ളത്. അദ്ദേഹം പാണക്കാട് വന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒന്നുകൂടെ ആവർത്തി. എന്തെങ്കിലും ആര്യാടൻ കുടുംബത്തോടോ ആര്യാടൻ ഷൗക്കത്തിനോടോ പാണക്കാട് കുടുംബത്തോടോ ആ കുടുംബം സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നവരാണ് ചോദിക്കുന്നത്. ആ കുടുംബം ഞങ്ങളുടെ കൂടപ്പിറപ്പാണ്. നമ്മുടെ ഒരുമിച്ച് ഒരുപാട് കാലം രാഷ്ട്രീയമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം, പക്ഷേ വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ഒക്കെ എന്നും ഒന്നിച്ചു നിന്നുകൊണ്ട് പോയിട്ടുള്ള പാരമ്പര്യമാണുള്ളത്. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം പാണക്കാട് വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ പിതാമഹന്മാരുടെയൊക്കെ കബറിടം സന്ദർശിച്ച് ആണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അത് എന്നും ആ ഒരു ഹൃദയബന്ധം അവസാനം വരെ ഉണ്ടാവും. ഞങ്ങൾ ഈ ഇലക്ഷന് മുഴുവൻ സമയവും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ പ്രചരണ രംഗത്തുണ്ടാവും. പിന്നെ M. സ്വരാജ് എന്നുള്ള യുവജന സ്ഥാനാർത്ഥിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം വാശി? അതായത് ഞങ്ങൾ കഴിഞ്ഞ ബൈ ഇലക്ഷനിലൊക്കെ പ്രത്യേകിച്ച് പാലക്കാട്ട് ഞങ്ങൾക്ക് സക്സസ് ആയ ഒരു സ്ട്രാറ്റജി, ഇലക്ഷൻ ഡ്രൈവ് ചെയ്ത് യൂത്താണ്. അപ്പോൾ നിലമ്പൂരും UDF നേതൃത്വം ഞങ്ങളോട് പറഞ്ഞ ആ ഒരു സ്ട്രാറ്റജി ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. യൂത്തിൻ്റെ ഒരു കെമിസ്ട്രി നന്നായി വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും UDF-ലെ മറ്റ് യുവജന സംഘടനകളൊക്കെ വളരെ ആക്റ്റീവായി ഈ ഇലക്ഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഞങ്ങളുടെ യൂത്ത് ലീഗിൻ്റെ ഒരു ഇൻറ്റേർണൽ ഒരു മീറ്റിംഗാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നാളെ മുതൽ വലിയൊരു വർക്ക് പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അതുമായി ഇറങ്ങാൻ പോവാണ്. അത് ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. UDF-ന് ഏറ്റവും മികച്ച വിജയം, ആര്യാടൻ ഷൗക്കത്തിന് മികച്ച വിജയം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അത് ഞങ്ങൾ നിർവഹിക്കും.
ടീം സെറ്റാണ് സുരളി? തീർച്ചയായിട്ടും വളരെ ടീം സെറ്റാണ്. അതിൻ്റെ നല്ലൊരു അന്തരീക്ഷം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആര്യടൻ ഷൗക്കത്ത് വർഷങ്ങളായി ഫീൽഡിലുള്ള വ്യക്തിയാണ്. നിലമ്പൂരുകാരനാണ് എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം മാത്രമല്ല ആര്യടൻ ഷൗക്കത്തിനുള്ളത്. അദ്ദേഹം നിലമ്പൂരുകാരനാണ്. നിലമ്പൂരുകാരുടെ എല്ലാ പ്രതിസന്ധിയിലും പ്രയാസത്തിലും കൂടെയുള്ള ആളാണ്. ഇവിടെ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത്, വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത്, ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെ സമയത്ത്, ഇവിടുത്തെ ആദിവാസി ഊരുകളിലെ പ്രശ്നങ്ങളുടെ സമയത്ത് ഏതൊക്കെ വിഷയങ്ങൾ ജനകീയമായ ബന്ധപ്പെടുന്ന വിഷയങ്ങളുണ്ടോ അതിനൊക്കെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ആ ദുരിതബാധിതരുടെ കൂടെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ചരിത്രമായ ആര്യടൻ ഷൗക്കത്തിനുള്ളത്. നിലമ്പൂരുകാരനാണ് എന്നുള്ളൊരു ബ്രാൻഡ് നെയിം മാത്രമല്ല, അതിനാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക. ആരൊക്കെ പ്രതിസന്ധിയുടെ സമയത്ത് കൂടെയുണ്ടോ അവരെ തീർച്ചയായും ജനം കൈവടിയില്ല എന്നുള്ള ഉറച്ച ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഉജ്ജ്വലമായൊരു വിജയം തന്നെ ഉണ്ടാവും. എന്തായാലും UDFിൻ്റെ ഐക്യ സന്ദേശത്തിൻ്റെ ഒരു ചിത്രം കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 നിലമ്പൂർ.